മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ എങ്ങനെ ഏത് രീതിയിൽ ആരോട് പ്രവർത്തിക്കണം, ഏത് ആവശ്യത്തിന് ഞാൻ പ്രവർത്തിക്കണം എന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്ക് വേണം. അല്ലെങ്കിൽ പിന്നെ ഞാൻ പഠിച്ചത് വേസ്റ്റാണ്. കാരണം ശരിയായ സ്ഥലങ്ങളിലായിരിക്കില്ല ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്കത് ദോഷം ചെയ്യും. ഒരാളെ പ്രയോഗിക്കുന്ന രീതി അയാൾ ഒരു മത്സര ബുദ്ധിയോടെ അല്ലെങ്കിൽ ഒരു ഇതോടൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം വൈരാഗ്യ ബുദ്ധിയോടെ നശിപ്പിക്കണം എന്നുള്ള രീതിയിൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ആൾക്ക് മൈൻഡിൽ വരുമോ എന്നുള്ളത്. ആയോധന കല പഠിച്ച ഒരാൾക്ക്, പഠിക്കുക മീൻസ് പരമാവധി നല്ലൊരു സ്റ്റേജിലെത്തിയിട്ടുള്ള ഒരാൾക്ക് അയാളുടെ പക്വത ഉണ്ടായിരിക്കും, അത് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും, അത് കൈകാര്യം ചെയ്യാനും കൊണ്ടുനടക്കാനുമുള്ള കഴിവുണ്ടായിരിക്കും. ഞാൻ ഏകദേശം ഒരു 40 വർഷത്തിലധികമായി ഈ ആയോധന കലയിൽ ബന്ധപ്പെട്ട് ജീവിച്ചു പോകുന്നു. എൻ്റെ ഉപജീവന മാർഗവും ഏകദേശം അത് തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം കൊടുത്തിട്ടില്ല, ഈ സ്പോർട്സ് കരാട്ടൊക്കെ പറ്റിയിട്ടേ, സ്പോർട്സ് കരാട്ട ഇപ്പം എല്ലാവർക്കും മത്സരിക്കുക എന്നുള്ള ഇതൊക്കെ ഉണ്ടല്ലോ സ്പോർട്സ് കരാട്ട. അപ്പോൾ അതിനെ പറ്റിയിട്ട് മാഷ അഭിപ്രായം എന്താ? നല്ല കാര്യമാണ്. അതായത് ആർക്ക് ഇപ്പം നിങ്ങളുടെ താല്പര്യങ്ങൾ വേറെ ആയിരിക്കും, എൻ്റെ താല്പര്യങ്ങൾ വേറെ ആയിരിക്കും. എൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ താല്പര്യങ്ങളെ ഞാൻ ഉണ്ടാക്കിയെടുത്തത്. നിങ്ങളുടെ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ താല്പര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക അല്ലേ? അപ്പോൾ ഈ കുട്ടികൾ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിക്കണം എന്നാണ് രക്ഷിതാക്കൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ വഴിക്ക് പോകാൻ ഇഷ്ടംപോലെ സാധ്യതകളൊന്നും നിലവിലുണ്ട്. സ്കൂൾ തലങ്ങളിലൊക്കെ ആയോധന കലയിൽ കരാട്ടെ ആണെങ്കിലും ഉഷു ആണെങ്കിലും അതുപോലെ തന്നെ തൈക്കോണ്ടോ മറ്റുള്ള ജൂഡോ മാർഷൽ ആർട്സുകൾ ഇഷ്ടം പോലെ സ്കൂൾ തലങ്ങളിൽ കയറുന്നതിന് തന്നെ അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പഠിപ്പിക്കാനുള്ള ഇഷ്ടംപോലെ കോച്ച് അതിന് വേണ്ടിയിട്ട് തയ്യാറായി. അപ്പോൾ അതിന് താല്പര്യമുള്ള ആളുകൾ